ഹലോ ഗൈസ്, ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടേക്കാണ്. ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബത്തേരി പോയി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞാണ്. പിന്നെയാണ് തീരുമാനിച്ചത് നമ്മൾ സൺഫ്ലവർ ഗാർഡൻ ഉണ്ടല്ലോ ഗുണ്ടൽപേട്ട, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതാ സൈഡൊക്കെ കണ്ടില്ലേ, നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് ഫുള്ളും കാടാണ് മുത്തങ്ങ. അപ്പോൾ വയനാടിനെ പറ്റിയൊക്കെ അറിയുന്നവർക്കറിയാം ഇവിടുത്തെ പ്രകൃതി രമണീയമായ നമ്മുടെ കാടിനെ പറ്റി. ശരിക്കും ഈ ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ ഫുള്ള് പുലി, കടുവ, ആന, മയിൽ, മാന്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവുമേ. വയനാടിൻ്റെ ബോർഡറിലുള്ള ആൾക്കാരായ കാരണം നമുക്ക് കർണാടകയിൽ പോകാനും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോകാനും ഒക്കെ നമുക്ക് സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇവിടുന്ന് കോഴിക്കോടേക്കും 100 കിലോമീറ്റർ ഉള്ളൂ, മൈസൂരേക്കും 100 കിലോമീറ്റർ ഉള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കുള്ള കാടിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ എൻ്റർ ആയേക്കുന്നത്. ഞങ്ങൾ മൈസൂരൊക്കെ ടൂർ പോകുമ്പോണ്ടല്ലോ, നമ്മൾ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കുറേ ആനക്കൂട്ടം, അതുമാതിരി മയിലുകൾ, കാട്ടുപോത്ത് ഇങ്ങനെയൊക്കെ കാണാറുള്ളതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവരൊക്കെ കാണാനായിട്ട് പോയിട്ട് ഒന്നിനെയും കണ്ടില്ല, കുറച്ച് മാൻകൂട്ടം മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അമ്പും അത്തുമൊക്കെ കച്ചറ കൂടുന്നുണ്ടായിരുന്നു, പുലീനെ കണ്ടില്ല, ആനേനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടുന്ന് പാസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോഴാണ് കുറേ അനിമൽസൊക്കെ ഇറങ്ങുന്നതെന്നാണ് പറയണ കേട്ടത്. അപ്പോൾ നമ്മൾ ആ കാടിൻ്റെ ഒരു അന്തരീക്ഷം വിട്ട് നമ്മളിതാ ഗുണ്ടൽപേട്ട റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന പോലെ ഉണ്ടായിരുന്നേ ഇവിടെ എത്തിയപ്പോൾ തന്നെ. ഇപ്പം തന്നെ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ കാണാം അവിടെ ഓരോ കൃഷീൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. മുത്താരി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഗാർഡൻ കാണാനാണല്ലോ പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ നിർത്തി, മഴയ്ക്കുമ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ നമ്മൾ ഇറങ്ങിയ പാടത്തേണ്ടത് ഒരു ഐസ്ക്രീം വണ്ടി കണ്ടുപിടിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ പിന്നാലെ ആയേ രണ്ടാളും കൂടി ഐസ് തിന്നാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നേരെ ആ ഗാർഡനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആദ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നപ്പോൾ ഒരു 50 രൂപയാണ് ചോദിച്ചത്. പക്ഷേ ഇപ്രാവശ്യം 10 രൂപ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ജൂൺ ജൂലൈ മാസത്തൊക്കെ വരണം കേട്ടോ. അപ്പോൾ നല്ല ഫുള്ളും ഫ്ലവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഓണ സീസണൊക്കെ ആയതുകൊണ്ട് മേരിഗോൾഡൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. ഈ സൺഫ്ലവർ എന്ന് വെച്ചാൽ ഫുള്ള് ഇവർ ഓയിലിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേട്ടോ. അതെനിക്ക് തോന്നുന്നത് ഫുള്ളും ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇങ്ങനത്തെ ഈ തോട്ടങ്ങളുള്ളത്. നമ്മുടെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നെൽകൃഷി അങ്ങനത്തെ പാടങ്ങളിന് പകരം ഇവിടെ സൂര്യകാന്തി പാടം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ എന്ത് ഭംഗിയാണ് ഇവിടെ എന്നുള്ളത്. അവിടെ കുറേ പേര് വന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതിൻ്റെ മുന്നോട്ട് കുറച്ചും കൂടി ദൂരം പോവുകയാണെങ്കിൽ നല്ല അടിപൊളി ഗാർഡൻ കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ മഴയ്ക്ക് മുമ്പ് പോകണമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം മഴ പെയ്യാനായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം ഇറങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെയെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ. അപ്പോൾ എനിക്ക് മാത്രമാണ് ഈ ഗാർഡനും ഫ്ലവേഴ്സൊക്കെ കാണാനിഷ്ടം. ഇവർക്ക് മാള്, പാർക്ക് അല്ലെങ്കിൽ ബീച്ച് അതൊക്കെയാണ് ഇവർക്കിഷ്ടം. അപ്പോൾ പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിനാണ് കേട്ടോ ഇവിടെ വന്നത് തന്നെ. സന്ധ്യ ആയിട്ടാണെന്ന് തോന്നുന്നത്. സൂര്യകാന്തിയൊക്കെ കണ്ടില്ല ഒരു സൈഡിലേക്ക് നിൽക്കുന്നുണ്ടോ. എൻ്റെ കൂടെ വന്ന 3 ആൾക്കാർ ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതൊന്നും കാണാനേ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്നും മൈൻഡാക്കിയില്ല. ഞാൻ കുറച്ച് അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയേ. ഇതിനൊക്കെ പറ്റിയ ഒരു ക്ലൈമറ്റും മണ്ണൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും കൊണ്ടുപോയാൽ സൺഫ്ലവറൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ദൂരം കൂടി പോയി നോക്കിയപ്പോൾ ഉണ്ട് ഫുള്ളായിട്ട് മാരിഗോൾഡിൻ്റെ ഒരു ഗാർഡനാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു, ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നേ. നമ്മൾ പേപ്പറിലൊക്കെ വരച്ച് ഒരു ഓറഞ്ച് പെയിൻറ്റ് കൊടുത്തേക്കുന്ന മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് ആസ്വദിച്ച് വരുമായിരുന്നു കേട്ടോ. അപ്പത്തേന് പെരുത്ത മഴ. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് സ്ഥലം വിട്ടു കേട്ടോ. പിന്നെ പോണ വഴിക്ക് നമ്മൾ ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് ഗുണ്ടൽപേട്ടേനോട് യാത്രയും പറഞ്ഞ് ഇറങ്ങിയേ. അവിടുന്ന് പോയപ്പോൾ വണ്ടി കയറുമ്പോൾ രണ്ടാളും കൂടി നല്ല കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമാധാനമായി എന്നും പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ മുത്തങ്ങ ഒരു 9 മണീൻ്റെ ഉള്ളിൽ പാസ് ചെയ്യണം കേട്ടോ. അന്നേരം ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ളൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.